ഇത് ഈജിപ്തിലെ പിരമിഡുകളിൽ നടന്നൊരു കഥയാണ്. എൻ്റെ പേര് അഡ്വൈ. മിസോറാമിലാണ് എൻ്റെ വീട്. എന്നെപ്പറ്റി പറയുവാണ്, ഞാൻ വളരെ സാഹസികനും കൗതുകവാനുമായിരുന്നു. ചരിത്രം, പുരാവസ്തുക്കൾ, പ്രത്യേകിച്ച് ഈജിപ്തിലെ പിരമിഡുകൾ, ഇവയൊക്കെയായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട താല്പര്യങ്ങൾ. ചരിത്രങ്ങളെപ്പറ്റി പഠിക്കുന്ന എനിക്ക് ഈജിപ്തിലേക്ക് പോകുന്ന ഗവേഷണ സംഘത്തോടൊപ്പം ചേരാൻ ഒരു അവസരം വന്നു. ഈജിപ്തിലേക്ക് ഞങ്ങൾ പോകുന്നത് അവിടുത്തെ തകർച്ചലായിട്ടുള്ള പിരമിഡുകളിൽ ഗവേഷണം നടത്താനായിരുന്നു. ഞങ്ങൾ എത്തിയത് ഗീസയിലെ വലിയ പിരമിഡിൽ നിന്ന് കുറച്ച് ദൂരത്തുള്ള ഒരു അപരിചിതമായ പ്രദേശത്താണ്. അവിടെ ആളുകൾ കുറവായിരുന്നു. അവിടെ ഉണ്ടായിരുന്നവരെല്ലാം വളരെ ഭയത്തോടെയാണ് താമസിച്ചിരുന്നതെന്ന് അവരെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. എന്തോ ഒരു ഭയം അവരെ വേട്ടയാടുന്നുണ്ടായിരുന്നു. എന്തിനാണ് ഇവരിങ്ങനെ ഭയപ്പെടുന്നത് ഞാൻ ചിന്തിച്ചു. ഈ പിരമിഡിനുള്ളിൽ ആളുകൾ കയറാറില്ല. ഇവിടെയുള്ളവരൊന്നും അവരുടെ സ്ഥലം വിട്ട് അതിനകത്തേക്ക് പോയിട്ടില്ല. അവിടുത്തെ ഞങ്ങളെ വൈക്കാട്ടിയായ വൃദ്ധൻ ഞങ്ങളോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് വളരെ കൗതുകം തോന്നി. അങ്ങോട്ട് പോകാനുള്ള ആവേശം കൂടുതലായി എനിക്ക്. ഞങ്ങൾ പിരമിഡിനടുത്തേക്ക് ചെന്ന് അവിടെയൊക്കെ ഒന്ന് പഠിക്കാൻ തുടങ്ങി. ചുട്ടുപൊള്ളുന്ന വെയിലിൻ്റെ കാഠിനം കുറഞ്ഞപ്പോൾ ഞങ്ങൾ ആ പിരമിഡിൻ്റെ അകത്തേക്ക് ഇറങ്ങി തുടങ്ങി. ഉള്ളിൽ ഇരുൾ നിറഞ്ഞതും വരണ്ട വായു നിറഞ്ഞതുമായിരുന്നു. അതിലുപരി പിരമിഡിൻ്റെ ഓരോ കോണിലും എന്തോ കരച്ചിൽ പോലെയും ദുരൂഹതയും ഭീതിയും നിറഞ്ഞതായിരുന്നു. അകത്ത് കയറിയപ്പോൾ സ്നേഹത്തോടെ ആരോ വിളിക്കുന്നതോടുള്ള ശബ്ദം കേൾക്കുന്നത് പോലെ തോന്നി എനിക്ക്. അത് നോക്ക്, ആ ചെമ്പ് കോളം, അതിൽ മുഴുവൻ എന്തോ എഴുതി വച്ചിരിക്കുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു. അക്ഷരങ്ങൾ വായിച്ചപ്പോൾ അതിലെഴുതിയിരുന്നത് അവിടെ ജീവിച്ചിരുന്ന രാജാവിൻ്റെ ശാപവാക്കുകളായിരുന്നു. ഇവിടേക്ക് വരുന്നവൻ ജീവിതം വിട്ട് പോകുന്നത് പോലെയാകും. കാരണം ഇവിടം മരിച്ചവരുടെ ആത്മാക്കൾക്ക് മാത്രമായുള്ള ഇടമാണ്. ഇതായിരുന്നു അതിലെഴുതിയിരുന്നത്. അതോടെ എൻ്റെ കൂടെ വന്നവരിൽ ചിലരൊക്കെ പേടിച്ചു തിരികെ പോയി. പക്ഷേ എനിക്കതിൽ എഴുതിയിരിക്കുന്നതിലൊന്നും ഒരു വിശ്വാസമില്ലായിരുന്നു. അതുകൊണ്ട് ഞാനും മറ്റു രണ്ടുപേരും മുന്നോട്ട് പോവാൻ തന്നെ തീരുമാനിച്ചു. ഞങ്ങൾ മുന്നോട്ട് നടക്കുമ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫ്ലാഷ് ലൈറ്റ് കൊണ്ട് ഇടതുവശത്തേക്ക് ഒന്നടിച്ചപ്പോൾ അവിടുത്തെ ചുമരിൽ വരണം തുടങ്ങിയ രക്തക്കറകളും വലിയതും പേടിപ്പിക്കുന്നതുമായ മനുഷ്യൻ്റേതല്ലാത്ത കുറേ പാദമുദ്രകളും കണ്ടു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ കൂടെ വന്നവരെ ഒന്നും അവിടെ കാണാനില്ലായിരുന്നു. പക്ഷേ അവിടുത്തെ പടികളിൽ ആരോ നടന്നു വരുന്നത് പോലുള്ള ശബ്ദം. ഭയത്തോടെ ഞാൻ മുന്നിലോട്ട് നടന്നപ്പോൾ കണ്ട കാഴ്ച എൻ്റെ ശരീരത്തെ നിശ്ചലമാക്കിയിരുന്നു. അവിടെ ആ ചുരുങ്ങിയ കുടിയിൽ ഒരു രാജാവിൻ്റെ ശരീരം കിടക്കുന്നതാണ് ഞാൻ കണ്ടത്. മൊത്തം മൂടിക്കെട്ടിയിട്ട ഒരു മമ്മിയുടെ ശവശരീരം. പക്ഷേ അതിൻ്റെ കണ്ണ് തുറന്നു കിടക്കുകയായിരുന്നു എന്നതാണ് എന്നെ ഭയപ്പെടുത്തിയത്. ആ കണ്ണുകൾ എൻ്റെ നേരെയായിരുന്നു നോക്കിയിരുന്നത്. ഞാൻ പേടിച്ച് പിന്നോട്ട് പോയപ്പോൾ പിറകിൽ നിന്ന് വാതിൽ തനിയടഞ്ഞു. പെട്ടെന്ന് എൻ്റെ കയ്യിലെ ഫ്ലാഷ് ലൈറ്റിൻ്റെ വെട്ടം നിന്നു. ഇരുട്ടിൽ ഞാൻ എങ്ങോട്ടെന്നില്ലാതെ നടന്ന് നീങ്ങുമ്പോൾ ആരോ ദൂരത്ത് നിന്ന് വിളിച്ചു പറയുന്ന പോലെ തോന്നി. തിരിച്ചു പോകൂ, ഇവർ ഉണർന്നിരിക്കുന്നു. ഞാൻ അവിടുന്ന് വന്ന വഴിയിലൂടെ തന്നെ ഓടാൻ തുടങ്ങി. ആ സമയത്ത് ചുറ്റുമുള്ള മതിലുകളിൽ നിന്ന് കരച്ചിലുകൾ, അട്ടഹാസങ്ങളും മറ്റും ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു. മനസ്സിലാകാത്ത ഏതോ ഭാഷയിൽ ആരോ ആകാംക്ഷയുടെ ശബ്ദമുണ്ടാകുന്നത് പോലെ തോന്നി എനിക്ക്. അവിടെയുള്ള വലിയ കനാൽ വഴി ഞാൻ പുറത്തേക്ക് ഓടിയപ്പോൾ പെട്ടെന്ന് എൻ്റെ കയ്യിൽ ആരോ പിടിച്ചു. അതൊരു മനുഷ്യൻ്റെ കൈയല്ലെന്ന് എനിക്ക് തോന്നി. മണിക്കൂറുകൾക്ക് ശേഷമാണ് ഞാൻ കണ്ണു തുറക്കുന്നത്. എൻ്റെ മനസ്സ് മുഴുവനും ആകെ താളം തെറ്റിയ നിലയിലായിരുന്നു. ആകെ ചിതറിയ മനസ്സോടെയായിരുന്നു ഞാൻ അവിടെ ഇരുന്നിരുന്നത്. ആ ദിവസം മുഴുവനും എൻ്റെ വായിൽ ഒരു വാചകം മാത്രമായിരുന്നു: അവരതിനുള്ളിൽ ഉണർന്നിരിക്കുന്നു, പിരമിഡിനുള്ളിൽ അവർക്ക് ജീവൻ വച്ചിരിക്കുന്നു. പിന്നീട് എൻ്റെ അസുഖമൊക്കെ മാറിയ ശേഷം ഒരിക്കലും ഞാൻ ഈജിപ്തിലോട്ട് പോയിട്ടില്ല.